അഷ്റഫ് ഖാന്റെ ഇന്നത്തെ പണിയൊക്കെ പാടെ ഞാൻ കോളാക്കിയിട്ടാണ് ഇന്ന് എൻ്റെ കൂട്ടത്തിൽ കൂട്ടിയത്. കൂട്ടിൽ ലൈൻ ഇപ്പോൾ എണ്ണാന്നുണ്ടെങ്കിൽ പഠിച്ചവനെ എണ്ണണല്ലോ 1 2 3 4 5. ഇത് നമ്മളെ ദുബായിൻ്റെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഗ്ലോബൽ വില്ലേജ് ഉണ്ട്. നിങ്ങൾ കാണുന്നുണ്ട് അറിയില്ല. അപ്പൊ കാക്ക ചാറ്റ. പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാര്യമാണ്, എല്ലാ റോഡും ഒരേപോലെ തന്നെയാണ്. ബുർജ് ഖലീഫ കാണിച്ചിട്ട് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ ബുർജ് ഖലീഫ ഏത് സ്ഥലത്ത് പോയാലും കാണാൻ പറ്റും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ ചാനലിൽ ഒരു യാത്രാ വ്ളോഗാണ്. യാത്രാ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെ തന്നെ ഞങ്ങളോട് കുറേ പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും നമുക്ക് ഒന്ന് പുറത്ത് പോകാൻ കഴിയാന്നുണ്ടെങ്കിൽ ഞാനൊരു വ്ളോഗ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ കൂടുതൽ വ്ളോഗ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ നമ്മളെ ഡ്രൈവറായിട്ട് നമ്മൾ അഷ്റഫ് ഖാണ്. ഈ അഷ്റഫ് ഖാൻ നിങ്ങൾക്ക് ആർക്കും അറിയില്ല, പക്ഷേ അഷ്റഫ് ഖാണ് നമ്മളെ ഈ എന്താ പറയുക ദുബായിലുണ്ടായ സമയത്ത് മുതലേ നമ്മൾ കൂടുതലുള്ള ആളാണ്. പിന്നെ നമ്മളെ റൂംമേറ്റ് ആണ്. അങ്ങനെയുള്ള കുറേ ബന്ധങ്ങളുണ്ട് നമ്മളെ ഈ അഷ്റഫ് ഖാനായിട്ട്. പിന്നെ ഞാനിന്ന് നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. അപ്പം നാട്ടിൽ നിന്ന് ഒരാൾ വന്ന് അവരെ കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങൾക്ക് ശരിക്കും പുറത്തൊന്നും പോകാൻ കഴിയലില്ല. ഞാൻ സ്പെഷ്യൽ പെർമിഷനൊക്കെ നമ്മൾ അർബാബിൻ്റെ അടുത്ത് നിന്നൊക്കെ വാങ്ങിയിട്ട് പോവാണ്. അപ്പം അർബാബ് എന്ന് പറയുമ്പോൾ നമ്മളെ എന്താ പറയുക ഇവിടുന്ന് അർബാബ് എന്ന് പറയുന്നത് എന്താണ് നമ്മളെ ബോസ് മുതലാളിമാരൊക്കെയാണ് അർബാബ് എന്ന് പറയുന്നത്. അപ്പം അവരെ സമ്മതമൊക്കെ ചോദിച്ച് നമ്മൾ നേരെ യാത്ര തുടങ്ങുകയാണ്. അപ്പം ഇവിടുന്ന് കുറച്ച് ഓടാനുണ്ട്. അപ്പം ഇത് ഇവിടുത്തെ എന്താ പറയുക നമ്മളിപ്പോൾ പോണ റോഡ് പറഞ്ഞാൽ അടിപൊളി റോഡാണെന്നാൽ അടിപൊളി റോഡാണ്. ഇതിന് ഒരു വേറൊരു സ്ഥലമായിട്ട് കമ്പയർ ചെയ്യാനൊന്നും ഇല്ല, കാരണം അത്രക്കും വലിയ റോഡാണ്. വൺ സൈഡ് തന്നെ ഒരു 6 ലൈനോളം ഒരു വൺ സൈഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ 2 സൈഡ് ഒരു 12 ലൈനൊക്കെ ഉണ്ട്. ഭയങ്കര സ്പീഡ്, നല്ല സ്പീഡിൽ പോകാൻ്റെ ട്രാക്കാണ് ഇതിൽ കൂടുതലുള്ളത്. അപ്പം വേണമെങ്കിൽ ആ റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കാണിച്ചു തന്നെ കേട്ടോ ഫോണിൻ്റെ ഇതിൽ. പിന്നെ അവിടെ പോയിട്ട് ഞാൻ നോക്കട്ടെ, ചിലപ്പോൾ ഒരു സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റൊക്കെ എന്താണ് പറയുക, ഗിഫ്റ്റ് ഒരു സാധനമൊക്കെ കൊടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചിലപ്പം പറ്റാണോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. അപ്പം നമുക്ക് നോക്കാം അവിടെ പോയിട്ട് എന്താണ് പറയുക ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പം നമുക്കിങ്ങനെ യാത്ര ഇങ്ങനെ തുടങ്ങാം അല്ലേ. വേറെ എവിടേക്കും പോകാൻ പറ്റുകയാണെങ്കിൽ പോകാം കേട്ടോ. ചിലപ്പം കയ്യിലൊന്നും ഉണ്ടാവില്ല. വേഗം ഈവനിങ് ആകുമ്പോഴത്തേക്ക് തിരിച്ച് പോകണം. ഞാൻ ഈ നേരത്തെ തന്നെ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഉള്ള വരവാണ്. അപ്പോൾ ഏതായാലും നമുക്ക് വിശേഷങ്ങളൊക്കെ പോകണ വഴിക്ക് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ നമ്മളെ റോഡ് നിങ്ങൾ കാണുന്നുണ്ടോ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇപ്പം ഞങ്ങൾ പോണ റൂട്ടിൽ ലൈൻ ഇപ്പോൾ എണ്ണാന്നുണ്ടെങ്കിൽ പഠിച്ചവനെ എണ്ണണല്ലോ 1 2 3 4 5 5ാമത്തെ ലൈനിലാണ് നമ്മൾ പോണത്. 6 7 റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ. അപ്പോൾ 7ാമത്തെ ലൈൻ എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക റോഡിൽ നിന്ന് മറ്റേ റോഡിലേക്ക് കയറാനുള്ള ഒരു ചെറിയ റോഡാണെന്നുള്ളത്. ശരിക്കും 6 ലൈനാണ് ഇതിനുള്ളത്. പിന്നെ തോന്നിയ മാതിരി നമ്മളെ നാട്ടിൽ പോണ ഒരു തോന്നിയ മാതിരി ഒന്നും ഈ റോഡ് മേലൊന്നും വാങ്ങിയില്ല കേട്ടോ. ഓരോ ട്രാക്കിനും ഓരോ സ്പീഡിൻ്റെ ലെവലുണ്ട്, കണക്കുണ്ട്. അപ്പം അതൊക്കെ നമ്മളിവിടെ വന്നാൽ കറക്റ്റ് ശ്രദ്ധിച്ചോളൂ. പിന്നെ വേറൊന്നുണ്ട്, ഇവിടെ വന്ന് ഡ്രൈവിങ് പഠിച്ചിട്ട് നാട്ടിൽ ഡ്രൈവ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എക്സ്ട്രാ ഡീസൻ്റ് ആയിരിക്കും. അത് 100% ഉറപ്പാണ് അക്കാര്യത്തിൽ. പിന്നെ ഇവിടെ തന്നെ ഉണ്ട് ഓരോ ട്രാക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നില്ല സ്പീഡ് ട്രാക്കാണ്. ആ ഉള്ളോട്ട് ആ ഭാഗത്തൊക്കെ നിങ്ങൾ ഇതിൻ്റെ ലെഫ്റ്റിക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ സ്പീഡ് ട്രാക്കാണ്. 110 ആ സ്പീഡൊക്കെയാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നതനുസരിച്ചിട്ട് സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു വരും. പിന്നെ കുറേ ആൾക്കാർ ദുബായിൻ്റെ വ്ളോഗ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഞാൻ സ്പെഷ്യലായിട്ട് ഞാനിപ്പോൾ പുതിയതായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിലാണ്ട് പൊരുത്തപ്പെടുക. പിന്നെ ഓരോ ട്രാക്കാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക്. ലോറിയൊക്കെ പോകുന്ന ട്രാക്ക് നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുക സ്പീഡ് ട്രാക്കിലൊക്കെ ഉണ്ട് ലോറി പോലെ. കുറേ വ്ളോഗിൽ കുറേ ആൾക്കാർ അങ്ങനെ പറയലുണ്ട്. ശരി തന്നെയാണ്. ഞാൻ നോക്കട്ടെ ഈ ട്രാക്കിൽ ഇവിടുത്തെ മാറ്റുള്ളത് കാണിച്ചു തരട്ടെ. ഒരു ട്രാക്കാണെന്നുണ്ടെങ്കിൽ ഈ ലോറി ട്രക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു ട്രാക്ക് ഉണ്ട്. അത് പുറത്തത്തെ ട്രാക്ക് ഉണ്ട്, നമ്മളെ ഈ വലത്തെ ഭാഗത്തുള്ള ട്രാക്ക് ഉണ്ട്. അതായത് ഞാൻ നോക്കട്ടെ അടുത്ത ഇതിൽ കാണാന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഈ വഴിക്ക് തന്നെയാണ് നമ്മൾ പോണ വഴിക്ക് തന്നെ ഈ ഗ്ലോബൽ വില്ലേജ് ഒക്കെ ഉള്ളത് കേട്ടോ. പക്ഷേ ഗ്ലോബൽ വില്ലേജിലേക്കൊന്നും നമുക്ക് പോകാൻ കഴിയില്ല. പിന്നെ നിങ്ങളോട് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ലോറിക്ക് ട്രക്കിനൊക്കെ പോകാനുള്ള ലൈന് എൻ്റെ ഫ്രണ്ടിലുണ്ട്. ഞങ്ങൾ ഒരു ട്രക്ക് പോണ് കണ്ടെയ്നറൊക്കെ ആയിട്ട് പോണ വണ്ടിയാണിത്.
റൈറ്റ് സൈഡിലേ പോവുള്ളൂ. എന്നാൽ ലാസ്റ്റത്തെ ലൈന് അങ്ങനല്ലേ, ഇത്ര 5ാമത്തെ 6ാമത്തെ 2 ലൈൻ. അപ്പം ഈ റോഡിൽ വെക്കാന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തെ 2 ലൈന്. അപ്പം 4ാമത്തെ 5ാമത്തെ 6ാമത്തെ ലൈനിലാണ് ട്രക്ക് പോവുക. അപ്പം ഇനിയിപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇവിടെ ദുബായിലുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തരാം കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല. ഞങ്ങൾ പുറത്ത്, ഞാൻ ഇതുവരെ റോട്ടുമ്മൽ എങ്ങനെ ഇറങ്ങില്ലേ. ഞാൻ അകപ്പാടെ റോട്ടുമ്മൽ ഇറങ്ങാന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ ഇതുണ്ട്. ഇത് എന്താ ഗ്ലോബൽ വില്ലേജ്? അത് ഇതാ നമ്മളവിടെ റൈറ്റ് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഗ്ലോബൽ വില്ലേജ് ഉണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. അടിപൊളിയാണ് സംഭവം. കയറാനൊന്നും കയ്യാലുണ്ടാവില്ല. ഇതാ കണ്ടോ, നമ്മൾ ആളെ കാണാൻ പോകുന്നത് കൊണ്ടാണ്. അടിപൊളിയാണ്. ഇൻഷാല്ലാ റിട്ടേൺ വരുമ്പോൾ ഈ വഴി വരാന്നുണ്ടെങ്കിൽ ഞാനിന്ന് അഷ്റഫ് ഖാനെ സോപ്പിട്ടോക്കട്ടെ, കിട്ടുകയാണെങ്കിലോ. പിന്നെ നിങ്ങൾ ഫ്രണ്ടിലുണ്ടോ ഒരു ബൈക്കാരൻ പോണ്. പക്ഷെ ഇവിടെ ഡേഞ്ചർ കേട്ടോ ശരിക്കും. ഈ ബൈക്കിൽ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞാൽ ഡെലിവറി ബോയികളായിട്ടുള്ള ഈ ബൈക്കിന് പോകുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. സംഭവം ഭയങ്കര ചൂട് കാര്യങ്ങളും പിന്നെ ആക്സിഡൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലാണ് അല്ലേ, ശരിക്കും ബൈക്കിൻ്റെ കാര്യത്തിൽ കേട്ടോ. പക്ഷേ ഇവിടെ റോഡിൻ്റെ നിയമം ആണെങ്കിൽ അടിപൊളിയാണ്. ഇവിടുന്ന് പഠിക്കാൻ തന്നെ വേണം റോഡ് നിയമങ്ങളൊക്കെ. അങ്ങനെ റോഡിന് പോകാന്ന് പറഞ്ഞാൽ ആകപ്പാടെ പോകൽ നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ സാധാരണ ഈ ഗ്രോസറികളിലൊക്കെ വർക്ക് ചെയ്യണം, കഫ്തീരിയ ഗ്രോസറിയൊക്കെ വർക്ക് ചെയ്യണ പോലെ കാര്യമായിട്ടോ പറഞ്ഞത്. അപ്പം ഒരുവിധം സ്ഥലങ്ങളിൽ ഒരു 95% സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഇതാണ് അവസ്ഥ. കറക്റ്റ് എന്ന് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും എവിടുക്കാം ഒന്ന് പുറത്തു പോകാനൊന്നും കഴിയില്ല. അപ്പം എന്തെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ വർക്ക് ചെയ്യാനാണെങ്കിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകാനും വരാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ ലീവ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യപ്പാടെ പോകാന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നാട്ടിൽ പോണ സമയത്ത് 1-2 ജസ്റ്റ് ഒന്ന് പർച്ചേസിന് പോവുകയാണെങ്കിൽ അങ്ങനെ പോകും. പിന്നെ നാട്ടിൽ പോകുമ്പോൾ എയർപോർട്ട് പോകുമ്പോൾ, പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ, പിന്നെ വിസ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിസ അടിക്കാനുള്ളവരാണെന്നുണ്ടെങ്കിൽ വിസ അടിക്കാൻ വേണ്ടി പോകാൻ അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അങ്ങനെ അല്ലാണ്ട് ഒരാളും പുറത്തേക്ക് പോകലുണ്ടാവില്ല. അത് അങ്ങനെ ഗ്രോസറിയിൽ കാര്യങ്ങളിലും കഫ്തീരിയയിലൊക്കെ വർക്ക് ചെയ്യണവർക്ക് ഒരു വിധം അറിയാം. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നെ പുറത്ത് പോകുക. പിന്നെ ചില ആൾക്കാരൊക്കെ കൂടുതൽ ഒരു ദിവസം ലീവ് കിട്ടിയാൽ നല്ലപോലെ അടിപൊളിയായിട്ട് കടന്നുറങ്ങും. വർക്കിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതാണ് ഇവിടുത്തെ എന്താ പറയുക ഗൾഫ് ജീവിതത്തിൽ പറയുന്ന ഒരു പ്രധാന ഘടകമായിട്ടുള്ള സ്ഥാനം കിടക്കുന്നത്. ഇത് നമ്മളെ ദുബായിൻ്റെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. കാണുന്നുണ്ടോ? ജോയിൻ്റ് എന്താ പറയുക, ഒരു റോട്ടിൽ നിന്ന് മറ്റേ റോട്ടിലേക്ക് കയറൽ പറഞ്ഞാൽ ഇവിടുന്ന് ലിങ്കാണ്, ചെറിയ ലിങ്കായിട്ട് ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് ഇങ്ങനെ പോവുക ചെയ്യാം. പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ എങ്ങനെയാണ്, റോട്ടിലും കയറി ഇങ്ങനെ നിൽക്കും. പിന്നെ ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലെന്ന് 2 ഭാഗത്തോട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ഒരു നോട്ടം നോക്കുക. ഒരൊറ്റ കയറ്റം കയറലല്ലേ. ഇതാ കണ്ടോ, ഈ റോഡിൽ നിന്ന് അടുത്ത റോഡിലേക്ക്, റോഡ് മാറുന്ന റോഡാണ് നിങ്ങൾ കാണുന്നത്. റൈറ്റ് സൈഡിൽ കണ്ടോ ബോർഡൊക്കെ വെച്ചിട്ട്. അതായത് ഡയറക്റ്റ് ബെൻഡിങ് പറഞ്ഞിട്ടുള്ള ഒരു സാധനമില്ല. അല്ലേ, ഒരു എല്ലായിട്ട് നമ്മൾ തിരിയണ ആ ഒരു ഇതില്ല. സാധനം ഫുള്ള് ഇതിലേക്ക് ജോയിൻ്റ് ആയിട്ട് ഇങ്ങനെ പോകണം. അപ്പം അപകടം കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് ഉണ്ടാവുക. ഞാൻ നേരത്തെ പോലെ നിങ്ങൾക്ക് പറഞ്ഞില്ലേ, ഒരു റോഡിൽ നിന്ന് മറ്റേ റോഡിലേക്ക് കയറുന്നത് കേട്ടോ. ഞാൻ റൈറ്റ് സൈഡിൽ കാണിച്ചു തരുന്നത്. ഞാൻ നേരത്തെ കാണിച്ചതിന് ഫുള്ളാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി കറക്റ്റ് നോക്കിക്കളി ഇങ്ങനെയുണ്ട്. ഇതാ ഇവിടുന്ന് വലത്തെ ഭാഗത്ത് കാണണം, അവിടുന്ന് നേരെ ജോയിന്റ് കണ്ടോ. പിന്നെ വേറെ ഒന്നുണ്ട്, ഇവിടുന്ന് ഒരു ലൈനിൽ നിന്ന് മറ്റേ ലൈനിൽ മാറുമ്പം തന്നെ ഈ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഒരു ഡ്രൈവറിനൊക്കെ അറിയുന്ന കോലത്തിൽ തന്നെ എന്നാൽ ട്രാക്ക് മാറുന്നുണ്ട്, എങ്ങനെയാണ് പോകുന്നത് അങ്ങനെ കറക്റ്റ് അറിയാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ യാത്രകളൊക്കെ. നമ്മളെ നാട്ടിൽ നിന്ന് മാതിരി അങ്ങ് ഒരു തോന്നലിൽ പോകണം. ഈ റോഡ് നിയമം കാര്യങ്ങളൊക്കെ ഒരു എക്സ്ക്യൂസ് ഇല്ലാത്ത ഒരു നിയമമാണ്. എന്നാൽ ഇവിടുത്തെ ആ നിയമം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫൈൻ അടിക്കുക തന്നെ വേണം. പിന്നെ ഒരു സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് റിഡക്ഷനോ നാട്ടിലൊക്കെ ഒരു എന്താ പറയുക അറിയണ പോലെ മറ്റേ എന്താ പറയുക ഒരു 1500 രൂപേൻ്റെ ഒരു ഫൈൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ 500 തന്നാൽ പോരെന്ന് ചോദിച്ചാൽ അത് 500 ആക്കി കൊടുക്കും. അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഇവിടുന്ന് കിട്ടണ എന്തായാലും അതേപോലെ തന്നെ കൊടുക്കണം. പിന്നെ വേറെ ഒന്നും കേട്ടോ, ഇവിടെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും
റമദാന് ആ സമയത്ത്. പിന്നെ അതേപോലെ തന്നെ അല്ലേ റമദാനിലൊക്കെ എന്തെങ്കിലും ഇവിടെ അങ്ങനെ ഓഫർ കൊടുക്കും. ഓഫർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ ഫൈന് കിട്ടിയവർക്കൊക്കെ ഒരു 50% ഡിസ്കൗണ്ട്. അങ്ങനെ ഇത് എന്താ ഒരു പുണ്യപ്രവൃത്തിയായിട്ട് അന്നത്തെ ആ സമയത്ത് ചെയ്യും. അല്ലാണ്ട് ബാക്കിയുള്ള എന്താ പറയുക നേരിട്ട് ഡയറക്റ്റ് നമ്മൾ പോയിട്ട് ഫൈൻ അടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിയൂല. പിന്നെ ഇവിടെ തന്നെ എന്താണ് ഡ്രൈവിങ്ങിൽ കുറേ കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാൻ. ഡ്രൈവിങ് തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ പലതിനുണ്ട്. ഇതിൽ ബ്ലാക്ക് പോയിന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈസൻസിൽ കൊടുക്കാൻ. ഇപ്പോൾ വണ്ടി തട്ട് ആക്സിഡൻ്റ് ആവുകയോ അങ്ങനെയുള്ള കമ്പനിക്ക് ഉണ്ടെങ്കിൽ നമ്മളെ ലൈസൻസിൽ അത് അറിയാൻ പറ്റും. എന്നാൽ ബ്ലാക്ക് പോയിന്റുകളുടെ എണ്ണത്തിനനുസരിച്ചാണ്. പിന്നെ ഇവിടെ എത്ര 24 ബ്ലാക്ക് പോയിന്റ് കിട്ടിയാൽ പിന്നെ സസ്പെൻഡ് ആവുന്നു, അങ്ങനെ ആണോ അല്ലേ? അതാ അങ്ങനെ തന്നെയാണ്. അപ്പോൾ 24 ആയിട്ടാണ് ഇതിൻ്റെ കണക്ക്. ബ്ലാക്ക് പോയിന്റ് ചെറിയ ഓരോ ആക്സിഡൻറ്റിൻ്റെ കണക്കിനൊക്കെ ഉണ്ട് കേട്ടോ. എന്താണ് മേജർ ആക്സിഡൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 24 ബ്ലാക്ക് പോയിന്റ് കിട്ടിയാൽ പിന്നെ ലൈസൻസ് ഉപയോഗിക്കാൻ ആയിട്ടില്ല എന്നുണ്ട്. പിന്നെ എത്ര വർഷത്തിന്, ഒരു വർഷത്തിന് അങ്ങനത്തെ കറക്റ്റ് അറിയില്ല കേട്ടോ. ഈ കാണുന്ന ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കാണുന്ന ഏരിയ ഒക്കെ പറഞ്ഞാൽ എക്സ്പോയിൽ പെട്ട ഏരിയ കേട്ടോ. എക്സ്പോർട്ടിൽ പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ്പോ മാള്, എക്സ്പോ വില്ലേജ്, എക്സ്പോ ദുബായ് എന്നിട്ട് കുറേ പരിപാടികളുണ്ട്. പൊളിയാണ്. പക്ഷെ റോഡ് ഫുള്ള് തിരക്ക് കുറവുള്ളത് ഉണ്ടല്ലോ. ഇന്ന് വെള്ളിയാഴ്ച അതുകൊണ്ടാട്ടോ, ഇന്ന് ഫ്രൈഡേ ആണ്, അതിനെ കൊണ്ടാണ് റോഡിന് തിരക്ക് കുറവ്. ഇപ്പം ഉള്ള എല്ലാ ബോർഡ് ഇതാ ഇങ്ങനെ കാണുന്നുണ്ട്. നിങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ? എവിടെ അല്ലേ? അല്ല ആ സംഭവം എന്താ അവിടെ പുറത്ത് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ വയ്യന്നല്ലേ വരിക? അല്ല ഇതന്നെ കേട്ടോ എക്സ്പോൻ്റെത് ആണോ? ഇവിടെ എക്സ്പോൻ്റ് നടക്കണം കേട്ടോ. ഇതാ ഇതാ അവിടെ കേട്ടോ. ഇത് പിന്നെ അല്ല ഇത് പിന്നെ വേറെ ഒന്നുണ്ട് കേട്ടോ. ഈ എക്സ്പോ എത്ര 192 രാജ്യങ്ങളത്തെ എന്താ പറയാ ആൾക്കാരുണ്ട് അല്ലേ? രാജ്യങ്ങളെ ഓരോ കാര്യങ്ങളൊക്കെയാണ് സംഭവം. അതിൽ 192 എൻ്റെ ഇതിൽ ഞാൻ നോക്കിയപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് പവലിയന് അതന്നെ 192 രാജ്യങ്ങളിലെ പവലിയന്. അപ്പം അവിടുത്തെ സംസ്കാരങ്ങളും അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും A to Z ഉണ്ടെന്ന്. പിന്നെ നമുക്കിപ്പോൾ ഏതായാലും കയറാൻ കഴിയൂല മക്കളെ. അതിന് ടിക്കറ്റ് എടുക്കണം. നമ്മൾ എന്തിനാ പോണത്? ആ എക്സ്പോക്ക് പോവല്ല, പോണ വൈക്ക് നിങ്ങളോട് കഥ പറഞ്ഞതാട്ടോ. പിന്നെ തന്നെ വേറൊന്നുണ്ട് കേട്ടോ. ഈ യാത്രക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ട അഷ്റഫക്കല്ലേ, അഷ്റഫക്ക ഈ യാത്രൻ്റെ കൂടത്ത് വന്നിട്ടില്ലെങ്കിൽ ഇന്നത്തെ ഈ പോക്ക് നടക്കൂല. ഇനി അഷ്റഫക്കൊക്കെ പണി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. വർക്ക് ഉണ്ട് വെള്ളിയാഴ്ച. ഇപ്പം കുറേ എന്താ പറയുക കൊറോണയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പണിയില്ലാണ്ടും ഒക്കെ പാട് നിൽക്കേനി. അപ്പോൾ ഇപ്പം ഏത് ദിവസം വർക്ക് എടുക്കലുണ്ട് നമ്മൾ അഷ്റഫക്ക. അപ്പം അഷ്റഫക്കൻ്റെ ഇന്നത്തെ പണിയൊക്കെ പാടെ ഞാൻ കോളാക്കിയിട്ടാണ് ഇന്ന് എൻ്റെ കൂട്ടത്തിൽ കൂട്ടിയത്. അല്ലെങ്കിൽ പുറത്തൊന്നും പോകാൻ കഴിയില്ല, അതുകൊണ്ടാണ്. അപ്പം പ്രത്യേകിച്ച് നമുക്ക് ഒരാളെ കാണാനും പോകാനുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ സോപ്പിട്ട് പതപ്പിച്ചിട്ട് ആ സോപ്പ് ഏതാണെന്ന് ചോദിക്കാൻ നിൽക്കരുത്, അങ്ങനെയൊക്കെ പതപ്പിച്ചിട്ട് കൊണ്ടതാണ്. അത് വേറെ ഒന്നുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങൾ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാൽ കടയിൽ എന്താണ് പറയുക ആൾക്കാർ കൂടുതൽ എന്താണ് അന്ന് വർക്കിംഗ് ഡേയ്സ് അല്ലേ, അപ്പോൾ അതിനോട് ഫുള്ള് ബുദ്ധിമുട്ടാണ്. പക്ഷേ വെള്ളിയാഴ്ച ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ലേശം കുറവുണ്ടാവും. കാരണം അവിടുത്തെ ഞങ്ങളെ ഏരിയയിൽ അന്ന് ജനങ്ങൾ കുറവാണ്, കസ്റ്റമേഴ്സ് കുറവുണ്ടാവുക. അപ്പം അങ്ങനെ പിടിച്ച് എന്താണ് ഗ്യാപ്പുള്ള സമയത്ത് ഇതാ നല്ല പിടിച്ച് കൂട്ടിക്കൊണ്ടെന്നാണ്. അല്ലാണ്ട് എന്ത് ചെയ്യാനാ? നിങ്ങൾ കാണണ്ട ഈ ഒരു വണ്ടി അറിയുന്നുണ്ടല്ലോ, ഇങ്ങനത്തെ സൂപ്പർ കാറുകളുടെ ഏരിയ കേട്ടോ നമ്മളെ ഈ ദുബായ് എന്ന് പറയണത്. പിന്നെ വേറെ ഒന്നുണ്ട്, ഇത് അബുദാബി റോഡാട്ടോ. അബുദാബി ഏതാണ് റാസൽ ഖൈമ. ഷെയ്ഖ് മുഹമ്മദ് സായിദ് അതാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ്. ഈ റോഡ് കിടക്കുന്നത് നമ്മളെ അബുദാബി ടു റാസൽ ഖൈമ റോഡാണ്. പക്ഷേ നമ്മളെ നാട്ടിനെ വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത റോഡാട്ടത്.
ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത്രക്കും പൊളിയാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിൻ്റെ റോഡിലാണ് പോണത്. അപ്പോൾ ആ റോഡിൽ പോകുമ്പോൾ നിങ്ങൾ കാണാം, ഇത് കുറച്ച് ഇടുങ്ങിയ സ്ഥലമാണ്, പക്ഷേ 3 ലൈൻ ഉണ്ട്. ആ 3 ലൈനിൽ ഒരു ലൈൻ കണ്ടില്ല, ഇങ്ങനെ വലിയ വണ്ടിക്ക് പോകാനുള്ളതാണ്. ബാക്കി 2 ലൈന് കിടക്കുന്നത് സ്പീഡ് ട്രാക്ക് ആയിട്ടാണ്. പിന്നെ വേറെ ഒന്നുണ്ട്, ഇവിടെ മിനിമം 60 കിലോമീറ്ററിലും പിന്നെ മാക്സിമം 110 കിലോമീറ്ററും ഈ സ്പീഡിൽ ഇവിടെ ഈ റോഡിൽ കവർ ചെയ്യണം. അതാണ്. പിന്നെ ഏകദേശം നമ്മൾ എത്തേണ്ട സ്ഥലം എത്താനായിട്ടുണ്ട്. ഒരു 2 കിലോമീറ്റർ കൂടി ആയിട്ടുണ്ടാവുള്ളൂ. അതാ നമ്മളെ ഗൂഗിൾ ഇങ്ങനെ ഓരോ കാര്യം പറയുന്നുണ്ട് കേട്ടോ. എത്താനായിട്ടുണ്ട്. ഒരു റോഡിൽ നിന്ന് മറ്റേ റോഡിലേക്ക് ഞങ്ങൾ തന്നെ കയറണം നോക്കിക്കളി. ജസ്റ്റ് കണ്ടാ, ഒരു വണ്ടിക്കാർക്കും ബുദ്ധിമുട്ടില്ല. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് നല്ലപോലെ അടുത്ത റോഡിൽ കയറി. നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പം ഇങ്ങനെയുള്ള സംവിധാനം എവിടെയും കാണുന്നില്ല കേട്ടോ. നമ്മളങ്ങനെ എത്തേണ്ട സ്ഥലത്ത് എത്താനാവുന്നുണ്ട്. പക്ഷെ എത്താനാവുന്ന നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സംഭവം അങ്ങോട്ടുള്ള വഴി തെറ്റിപ്പോയിക്കുന്നു. ലൊക്കേഷൻ വിട്ടതിൽ എന്തൊക്കെയോ ഒന്ന് പാളിപ്പോയതാണ്. നോക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്, അടുത്ത ലൊക്കേഷൻ വിട്ട സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലൊക്കേഷനിലാണ്. അപ്പോൾ കാക്ക ചാറ്റ. അങ്ങനെ നമ്മൾ കാണാൻ വന്ന ആളെ കണ്ടിട്ട് പോകുന്ന പരിപാടിയാണ്. അപ്പോൾ അടുത്ത നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജബലാലി എന്താണ് ഇൻഡസ്ട്രിയൽ ഏരിയ, ജബലാലി ഇൻഡസ്ട്രിയൽ ഏരിയ, അവിടെയാണ് നമ്മൾ ചെന്നത്. അപ്പം ഇവിടെ ഫുള്ള് താമസമുള്ള ഏരിയ കേട്ടോ. ഫുള്ള് അടിപൊളിയാണ്. എന്താ ജബലാലി മാള്, ഇവിടെ മാളുകളൊക്കെ ഉണ്ട് കേട്ടോ. മാളുകളൊന്നും കയറാൻ കഴിയാനുള്ള സമയമൊന്നുമില്ല നമുക്ക്. നമ്മൾ അടുത്ത പരിപാടിക്ക് നേരെ പോകാനുള്ളതാണ്. അപ്പം നമുക്ക് ഏതായാലും ഇനി യാത്രകളിൽ പോകുന്ന സമയത്ത് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഈ റോഡിന് എന്തോ ഒരു പേരുണ്ട്. എന്താ ഈ റോഡിന്റെ പേര്? അൽ അസായിൽ റോഡ്. അപ്പൊ അതാ ഇത് പറഞ്ഞാല് നമ്മളെ സിമെന്റ് ഫാക്ടറി ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ പറഞ്ഞാല് ഫാക്ടറികളുടെ ഒക്കെ ഏരിയ ആണ് അല്ലേ, ഇൻഡസ്ട്രിയൽ ഏരിയ തന്നെ മൊത്തത്തില്. നമ്മളെ എന്താ പറയാ, എന്ത് പാർക്കാന്ന് പറയാ, ഇൻഡസ്ട്രിയൽ പാർക്ക് പോലത്തെ അല്ലേ, ഫുൾ ഏരിയ ആണ്. അവിടെ ഒക്കെ കാണാം, റൈറ്റ് സൈഡിലൊക്കെ കണ്ടില്ലേ, അടിപൊളിയല്ലേ. അതൊക്കെ സിമെന്റിനാ തോന്നുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് ഈ റോഡ് നേരെ കയറുന്നത് നമ്മളെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലേക്ക് അല്ലേ, അതാണ്. അപ്പോൾ ഈ ഇല്ലേ എന്നൊരു ചോദിക്കണം. എന്താ പറയുക, എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂടുതലുള്ള ആളോട് ചോദിക്കണത്. അതുകൊണ്ട് അടുത്ത വണ്ടി ഉണ്ടോ, ട്രാക്ക് മാറുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടേ. എങ്ങനെയുണ്ട് നമ്മളെ നാട്ടുകാരെങ്ങനെയുണ്ടോ, തിരിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ ബാക്കിയുള്ളവരെ വിളിക്കാൻ നിൽക്കും ചെയ്യും. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. അപ്പോൾ നമ്മൾ ഇന്ന് പോണ റോഡ് തിരിച്ചു പോണ റോഡ് കേട്ടോ. നമ്മൾ ഇനി തിരിച്ചു പോകുന്ന റോഡ് വന്ന റോഡല്ല, വേറെ റോഡാണ്. അൽക്കൈൽ റോഡ്. എന്താണ് അൽക്കൈൽ റോഡ്? പക്ഷെ അൽക്കൈൽ റോഡ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഒരേമാതിരിയൊക്കെ എനിക്ക് കണ്ടിട്ട് തോന്നുന്നു കേട്ടോ. വേറെ പ്രത്യേകത എന്ന് പറയാനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാര്യമാണ്, എല്ലാ റോഡും ഒരേപോലെ തന്നെയാണ്. പിന്നെ അടിപൊളി റോഡാണ്. ഹൈവേകളാണ് ഇവിടുത്തെ ഹൈവേകൾ.
പക്ഷെ ഇവിടുത്തെ പോക്കറ്റ് റോഡ് വരെ അടിപൊളി റോഡാണ്, റബ്ബറൈസ്ഡ് ആയിട്ടുള്ള റോഡുകളാണ്. പിന്നെ നമ്മൾ വന്നേന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയത്, ഇത് കിലോമീറ്ററിന് മാറ്റം ഉണ്ടോന്ന് അറിയില്ല. കിലോമീറ്റർ നല്ല മാറ്റം ഉണ്ടോ? കിലോമീറ്ററിന് ഒരു മാറ്റമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയല്ലേ, ഒന്ന് റോഡൊക്കെ കാണിച്ചു തരാനുണ്ട്. എന്നെ ഇങ്ങോട്ട് ഇറക്കി കൊണ്ടുവന്ന ഇതാ നമ്മളെ ഈ അശോകാക്ക. എന്താ ചെയ്യാ, ഞാൻ റോഡ് കാണാൻ വെച്ചാൽ എന്നെ ചടപ്പിച്ചാളോ തോന്നുന്നുണ്ട്. ഈ റോഡുമ്പോൾ കൂടെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി കാണിച്ചു തരാൻ പറഞ്ഞിട്ടൊന്നും കാണിച്ചു തന്നിട്ടില്ല. ഈ കാണിച്ച് തരുമോന്ന് തന്നെ അറിയില്ല. നമുക്കൊന്ന് കാണിച്ചു തരുമോ നോക്കാം. ആ ബുർജ് ഖലീഫ കാണിച്ചു തരാൻ കേട്ടോ. നമുക്ക് ബുർജ് ഖലീഫ കാണിച്ചു തരാം. നിങ്ങള് കാണിച്ചു തരും ഉറപ്പാ? ആ ബുർജ് ഖലീഫ കാണിച്ചു തരും. വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഈ ബുർജ് ഖലീഫ ഏത് സ്ഥലത്ത് പോയാലും കാണാൻ പറ്റും. ഏത് മൂലൊക്കെ ഞങ്ങളെ ഷോപ്പിന്റെ അവിടെ നിന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ബുർജ് ഖലീഫ കാണും. എന്ന് ബുർജ് ഖലീഫ കാണുന്നുണ്ട്. ഇത് ആ കാണലാണോ എന്നുള്ളത് എനിക്കറിയില്ല. നമുക്ക് എന്താ ചെയ്യാ, ഏകദേശം അങ്ങനെ തന്നെ. ആ അതാ പറഞ്ഞില്ലേ, ഏകദേശം അങ്ങനെ തന്നെ കാണിച്ചു തരാന്നാ പറയണത്. അപ്പൊ അങ്ങനെ കാണിച്ചു തരാന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ കാണണേ? വേണ്ട, എന്നാലും കൂടുതലുണ്ടല്ലോ, അടുത്തുനിന്ന് കാണാമല്ലോ നമുക്ക്. ബുർജ് ഖലീഫ ആണെങ്കിലും അടുത്തുനിന്ന് കാണാം. അപ്പോൾ അങ്ങനെ അടുത്തുനിന്ന് കാണിച്ചു തരില്ലേ, ആ വൈക്കും ആ റൂട്ടിൽ കൂടെ. അങ്ങനെ അടുത്തുനിന്ന് കാണിച്ചു തരാന്ന് പറയുന്നുണ്ട്. അപ്പൊ അടുത്തുനിന്ന് കാണിച്ചെങ്കിലും ഇങ്ങനെ പോകുമ്പോ അതാട്ടോ ബുർജ് ഖലീഫ എന്നുള്ളതൊന്ന് കാണിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് കാണാന്നുണ്ടെങ്കിൽ അതും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെക്കാക്ക പറഞ്ഞതുപോലെ തന്നെ ബുർജ് ഖലീഫ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബുർജ് ഖലീഫ കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. അവിടെ ഫുള്ള് ജസ്റ്റ് ആയിട്ട് മറ്റേ ഇതില്ല, എന്തായാലും പൊട്ടിയാണോ എന്താണ് കോടിറങ്ങിയ പോലുള്ള ഇതാണ്. അത് ഞങ്ങൾ കാണുന്നുണ്ടോ ബുർജ് ഖലീഫ? ഇതാ അയ്യോ അടിപൊളി. പക്ഷെ നല്ല എന്താണ്, ഒരു ആകാശം നല്ല തെളിഞ്ഞിട്ടല്ല. അതുകൊണ്ടാണ് ബുർജ് ഖലീഫനെ ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും കാണാൻ കഴിയാത്തത്. അപ്പോൾ അടുത്തതിൽ നമുക്ക് കാണിച്ചു തരണ്ട് ഇൻഷാ അല്ലാഹ്. നമ്മൾക്ക് നമ്മളെ അഷ്റഫ് ഖാനെ പിടിക്കണം ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു ദിവസം. ഇനി പെരുന്നാളൊക്കെ വരുന്നുണ്ട്. ഏത് കാലത്താണ് പെരുന്നാൾ വരുന്നതിൻ്റെ, ഏത് കാലത്താണ് ഫ്രീ ഉള്ളതെന്ന് അറിയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ആ സമയത്ത് ലീവ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒക്കെ ഒന്ന് അടുത്ത് പോയിട്ട് കാണാം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ലാസ്റ്റ് ബുർജ് ഖലീഫ കാണിച്ചു തരാനായിട്ടുള്ള ബുർജ് ഖലീഫ ഒക്കെ കാണിച്ചെന്ന് ഇതാ നിങ്ങൾ കണ്ടില്ല എങ്ങനെ കണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ ഉണ്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ എന്താ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണവർ ആ ബെൽ ബട്ടൺ ഇല്ലേ, അതിൻ്റെ ഓൾ ബട്ടൺ അടിച്ചേക്കണം. എന്നാലേ പിന്നെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അഷ്റഫ് നമുക്ക് നിർത്തല്ലേ, അതാണ്.